നമ്മളിന്ന് പറയാൻ വന്നത് അപവർത്തനാങ്കം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റെപ്രസെൻറ്റ് ലെറ്റർ സ്മോൾ എന്നാണ്. NA ഈസ് ഈക്വൽ ടു C/V. C ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ബിയും ഗ്ലാസിൻ്റെയും ജലത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കമാണ് കണ്ടുപിടിക്കാൻ വന്നത്. അപ്പോൾ വായുവിൻ്റെ പ്രകാശവേഗം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗം തന്നെയാണ് വായുവിലെ വേഗവും. ഇനി ഗ്ലാസ്സിലൂടെ പ്രകാശം ലൈറ്റ് കടന്നു പോകുന്നത് 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതേപോലെ ജലത്തിലൂടെ പ്രകാശം കടന്നു പോകുന്നത് 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വായുവിൻ്റെയും ഗ്ലാസിൻ്റെയും ജലത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? N = C/V. N = C/V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഓക്കെ, അപ്പോൾ വായുവിൻ്റെ അപവർത്തനാങ്കം ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. N = C/V. C എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് വാക്വത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി. വിയോ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പോൾ വായുവിലൂടെ പ്രകാശം കടന്നു പോകുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ സിയും വിയും സെയിം ആണ്. സിയും വിയും സെയിം ആയതുകൊണ്ട് ഇവിടെ അപവർത്തനാങ്കം എത്രയാണ്? അപവർത്തനാങ്കം 1 ആണ് കിട്ടുക. ഇനി നമുക്ക് ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഗ്ലാസിൻ്റെ അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. ഗ്ലാസിൻ്റെ പ്രകാശത്തിൻ്റെ അതായത് ഗ്ലാസ്സിലൂടെ പ്രകാശം കടന്നു പോകുന്ന വേഗത എത്രയാണ്? 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് ഗ്ലാസ്സിലൂടെ ലൈറ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ N = C/V ആകുമ്പോൾ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ഡിവൈഡ് ബൈ 2 × 10⁸ മീറ്റർ/സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5. കാര്യം മനസ്സിലായല്ലോ. അതേപോലെ ഇൻഡെക്സ് ജലത്തിൻ്റെ അപവർത്തനാങ്കം എങ്ങനെ കണ്ടുപിടിക്കാം? ജലത്തിലൂടെ പ്രകാശം ലൈറ്റ് കടന്നു പോകുന്ന വെലോസിറ്റി പ്രവേഗം എത്രയാണ്? 2 × 2.5 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ജലത്തിലൂടെ പ്രകാശം കടന്നു പോകുന്ന വേഗത അല്ലെങ്കിൽ ലൈറ്റ് കടന്നു പോകുന്ന സ്പീഡ് എത്രയാണ്? 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ N = C/V. C ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അപ്പോൾ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ഡിവൈഡ് ബൈ 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ദെർഫോർ ഓരോ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം കണ്ടുപിടിക്കാം. അപവർത്തനം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ N = C/V. ഓക്കെ.